ഹലോ എവ്രി വൺ. അപ്പം നമ്മൾ ഇന്നും വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ടോപ്പിക് എന്താണെന്ന് എനിക്ക് സർപ്രൈസ് ആണ്. എന്താണ് ടോപ്പിക്? അതായത് നമ്മൾ ജൂലൈയിൽ നമ്മൾ കുറെ ജൂലൈ സിനിമകളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റിലും കുറെ ഹിറ്റ് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. കുറെ എല്ലാ വർഷവും എടുത്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ്, പ്രത്യേകിച്ച് ഈ ഓണം സീസണൊക്കെ മുന്നോടിയായിട്ട് ഇപ്രാവശ്യം ഓഗസ്റ്റ് 28-നുള്ളിൽ തന്നെ ഓണം സിനിമകളൊക്കെ റിലീസാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓണം സീസൺ ആയിരുന്നു 1991. അന്ന് ഓണത്തിന് ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത ഒരു സിനിമയാണ് കിലുക്കം. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓണത്തിന് വേറെയും സിനിമകൾ ഓണം അനുബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ കിലുക്കം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് അതിനെ കാരണം ഇന്ന് അതിന്റെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സജഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പണ്ടത്തെ പല ചർച്ച എല്ലാ വർഷവും കിലുക്കത്തെ കുറിച്ചുള്ള ചർച്ചകൾ. അപ്പൊ ഈ 1991 എന്ന് പറയുമ്പോ ഇപ്പൊ എത്ര വർഷം? 34 കൊല്ലം അല്ലെ? 34 കൊല്ലമായി കിലുക്കം. ഈ കിലുക്കത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും കിലുക്ക സിനിമ കാണാത്തായിട്ട് എനിക്ക് തോന്നുന്നത് സിനിമ കാണുന്ന മലയാളികൾ ആരും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട സീൻ ഏതാ കിലുക്കത്തിലെ? ഡയലോഗാണോ സീനോ ഡയലോഗോ ഏതായാലും സീൻ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് മറ്റേ ജഗതിയുടെ തന്നെ. എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോ പോയി കിടന്നുറങ്ങും പെണ്ണെ, ആ സാധനം പോയി കിടന്നുറങ്ങും പെണ്ണെ പ്ലീസ്. എനിക്കറിയില്ല, അവര് മൂന്നുപേരും മോഹൻലാല്, ജഗതി, രേവതി, ഇവര് മൂന്നുപേരും സ്ക്രീനിൽ വരുന്ന സീൻ അടിപൊളിയാണ് ആ സിനിമയിലല്ലേ. എല്ലാ പാട്ടും എല്ലാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ, ഓണ സദ്യ തന്നെയായിരുന്നു അന്ന്. ചിരിക്ക് ചിരി, ഇമോഷൻ, റൊമാൻസ്. അന്ന് ശരിക്ക് ഇവര് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടത്തിൽ ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്നത് ചിത്രമാണ്. ചിത്രം എനിക്ക് തോന്നുന്നു 88 ക്രിസ്മസിനാണ് റിലീസ് ചെയ്തത്. 88 ചിത്രം ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഇതിന്റെ ഒരു തുടക്കം. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ഗുഡ് നൈറ്റ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു കാലത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിരുന്നു ഗുഡ് നൈറ്റ്. അത് വലിയൊരു ബിസിനസ്സുകാരനാണ്, തൃശ്ശൂർക്കാരനാണ്, ഒരുവിധം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രമൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഗുഡ് നൈറ്റ് മോഹന്റെ അന്നത്തെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പ്രൊഡക്ഷൻ, കാരണം ഗുഡ് നൈറ്റ് മോഹൻ ഒരുപാട് ബിസിനസ് ബോംബെയിലാണ് പുള്ളി ബേസ്. അതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ ഈ സിനിമയുടെ പിന്നാലെ നടക്കാൻ പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ട് പുള്ളി ഓരോരുത്തരും ഓരോ കാര്യം ഏൽപ്പിക്കും. അങ്ങനെ പുള്ളിയുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, എനിക്ക് AR രാജൻ എന്ന് പറയുന്ന പഴയ ഒരു സിനിമാക്കാരനാണ്. അത് പുള്ളിയാണ് പിന്നീട് ഗുഡ് നൈറ്റ് മോഹന്റെ കൂടെ പുള്ളിയുടെ എല്ലാം ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ പോയിട്ട് വന്ദനത്തിന്റെ ലൊക്കേഷനിൽ പോയിട്ട് പ്രിയദർശൻ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത പ്രിയദർശൻ മോഹൻലാൽ സിനിമ ഗുഡ് നൈറ്റ് ഫിലിംസിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇവർ അപ്രോച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്രിയദർശന വന്ദനം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇനീഷ്യലായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ അങ്ങോട്ട് ചിത്രം പോലെ ഹിറ്റായില്ല. അത് കഴിഞ്ഞിട്ട് കുറെ കാലം പെട്ടി കിടന്നിരുന്ന കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് അത് ഫ്ലോപ്പായി. അപ്പൊ പ്രിയദർശൻ ചെറിയൊരു മോശം സമയം പോലെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പടം റെഡി ആയിട്ടുണ്ട്, ഒരു കഥയുണ്ട് എൻ്റെ കയ്യിൽ, അത് വേണു നാഗവള്ളിനെ കൊണ്ട് എഴുതിപ്പിക്കാം. അങ്ങനെ വേണു നാഗവള്ളി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചേട്ടനെ പോലെയാണ്. അപ്പൊ വേണു നാഗവള്ളിക്ക് വന്ന് ഇത്തിരി ഒരു സമയം മോശമായതുകൊണ്ടാണോ എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേണു നാഗവള്ളിയോട്. അപ്പൊ വേണു നാഗവള്ളിനെ കൊണ്ട് എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വേണു നാഗവള്ളിക്ക് ഒന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ, എനിക്കൊരു മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലേക്ക് റൂമൊക്കെ എടുത്ത് കൊടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് സ്ക്രിപ്റ്റ് വേണു നാഗവള്ളി ഫുൾ എഴുതി ബൗണ്ട് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് പ്രിയദർശന് കൊടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഇവര് ഷൂട്ടിംഗ് എല്ലാം തീരുമാനിച്ചു. നമുക്ക് ഊട്ടിയിൽ ഷൂട്ടിംഗ് എല്ലാം ഫിക്സ് ചെയ്തു. അന്ന് അനൗൺസ് ചെയ്തപ്പോ ശരിക്ക് മോഹൻലാലും അമലയുമായിരുന്നു, നടി അമലയായിരുന്നു. അമല അന്ന് പ്രിയദർശന്റെ തന്നെ വന്ദനത്തിന്റെ റീമേക്ക്, എനിക്ക് തോന്നുന്നു നാഗാർജുനെയൊക്കെ അഭിനയിച്ച വന്ദനത്തിന്റെ റീമേക്ക് നിർണയം എന്ന് പറയുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിനിമ തുടങ്ങണേ. അന്നത്തെ മാഗസീൻസിലൊക്കെ എനിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അതുണ്ട്. അന്നത്തെ മാഗസീൻസിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ട്, പ്രിയദർശന്റെ ഓണം സിനിമ മോഹൻലാലും അമലയുമാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടിയിട്ട് ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിശ്ചലായിട്ട് ശ്രീനിവാസനെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെയാണ് അത് ജഗതി ശ്രീകുമാർ അല്ലാണ്ട് ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വേണുനാഗവള്ളി എഴുതിയിരുന്നതിൽ എല്ലാം വേണുനാഗവള്ളി എഴുതി കൊടുത്തിരുന്നു. എന്നിട്ട് ഗുഡ് നൈറ്റ് മോഹൻ ഒരു തമാശ രൂപേണ പറഞ്ഞ് ഷൂട്ട് കൂട്ടി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്ന പഴയ ഒരു ഫേമസ് പ്രൊഡ്യൂസർ, ഗാന്ധിമതി ബാലനാണ് ഗുഡ് നൈറ്റ് മോഹന്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മറ്റേത് ഒരു മാനേജറെ പോലെ ഇത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന, എനിക്കൊന്ന് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗാന്ധിമതി ബാലനാണ്. അപ്പോൾ ഗാന്ധിമതി ബാലനെ ഷൂട്ട് തുടങ്ങി കുറെ ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അന്ന് ഷൂട്ടൊക്കെ ഉഗ്രനായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ വേണുനാഗവള്ളി എഴുതി വെച്ച ആ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കിനി അതുകൊണ്ട് വേറെ സിനിമ എടുക്കാമെന്ന്. സംഭവം അവിടെ എത്തിക്കഴിഞ്ഞപ്പോ മൊത്തം മാറി വേറെ തരത്തിലൊക്കെ എഴുതി. പക്ഷെ
പ്രിയദർശൻ അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ. പ്രിയദർശൻ പറഞ്ഞത് വേണുചേട്ടൻ എഴുതിയ സ്ക്രീൻ പ്ലേ അത് തന്നെയാണ്. ഡയലോഗ്സ് ആണ് ഞാൻ പിന്നൊന്ന് മാറ്റി എഴുതി. പിന്നെ കുറെ ഇവര് കൈന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്ത് കുട്ടൻ മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതില് ആ ഇന്നസെന്റ് വന്നിട്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കണതും തൊഴണ ആ സാധനമൊക്കെ ഉണ്ടല്ലോ. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇവര് അങ്ങോട്ട് പറയണം. അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പുറത്ത് ഡയലോഗ് എഴുതിയെടുക്കുക. കാരണം ഇവര് കയ്യിൽ നിന്ന് ഇടുകയാണ്. എന്താ അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കഴിക്കാൻ മുമ്പ് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഇംപ്രവൈസ് ചെയ്യുന്ന ബെസ്റ്റ് ആയ ആൾക്കാരാണ്. അപ്പൊ ഇവര് ഇംപ്രവൈസ് ചെയ്യുമ്പോ അസിസ്റ്റന്റ് ഡയറക്ടർ അത് എഴുതിയെടുക്കുകയാണ്. കാരണം ഇത് പിടിച്ചിട്ട് വേണല്ലോ ഡബിങ് ഒക്കെ. അപ്പൊ അതൊക്കെ എഴുതിയെടുക്കേണ്ട ഡയലോഗ്സ് ഒക്കെ അങ്ങനെ ഇവര് ഷൂട്ട് തീർത്ത്. ഇത് ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോ 4-4.5 മണിക്കൂറുണ്ട്. അതിന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് 3 മണിക്കൂറിന് താഴെ ആക്കേണ്ടി വന്നു. ആ സിനിമയില് ജഗദീഷിന് ഓർമ്മയുണ്ടാവും. അവിടെ എവിടേക്ക് വന്നു പോകുന്നു. ശരിക്കും ജഗദീഷ് ത്രൂ ഔട്ട് ഉണ്ട് ആ സിനിമയില്. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞപ്പോ ജഗദീഷിന്റെ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് എന്നിട്ട് ആ സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അതിഥി താരങ്ങൾ എന്ന് പറഞ്ഞ് മുരളി അങ്ങനെ അതില് ജഗദീഷിന്റെ പേരൊക്കെയാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ജഗദീഷും ഇന്നസെന്റും ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട്. പക്ഷെ ഇവര് ലെങ്ത് കൂടി ഇപ്പൊ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ശരിക്കും ജഗദീഷിന്റെ സീൻ നമുക്ക് ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ ഇന്നസെൻസ് ഒക്കെ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്നോണ്ട് ജഗദീഷിന്റെ സീനൊന്നും നമുക്ക് ഓർമ്മയില്ല. ഫോട്ടോ പിടിച്ചോട്ട പണിമാതിയാക്കാം ഇന്ദു ഫിലിം ഫോട്ടോ നഗർ വില ചൊല്ലിടാ. ഈ ലെങ്ത് കൂടുമ്പോ ഏറ്റവും വലിയ പ്രശ്നം ഏത് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇവര് നോക്കി കഴിഞ്ഞപ്പോ ജഗദീഷിന്റെ സീൻ കഥയെ ബാധിക്കുന്നില്ല. അപ്പൊ ഇവര് കുറെ സീൻസ് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. എന്നിട്ട് കുട്ടൻ മോഹൻ പറഞ്ഞതാണ് ഈ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോ കുട്ടൻ മോഹൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു ഒരു ഓക്കെ പടം, ഒരു തമാശന്റെ വലിയ കാന്തി അങ്ങനെ ഞെട്ടിക്കുന്ന പടമല്ല. അന്ന് ആ സിനിമയുടെ ബഡ്ജറ്റ് 60 ലക്ഷം രൂപയാണ്. നോർമലി ഒരു സിനിമ ഒരു മലയാള സിനിമ 30 ലക്ഷം 40 ലക്ഷം ഈ റേഞ്ചിലാണ് തീരെ. ഇത് അന്നത്തെ ബിഗ് ബഡ്ജറ്റ് ആണ്. അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു 60 ലക്ഷമൊക്കെ ബഡ്ജറ്റായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയദർശൻ ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടാ ഈ സിനിമ 1 കോടി രൂപ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ റൈറ്റ്സും എനിക്ക് തരൂ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ തമിഴ് റൈറ്റ്സോ എന്തോ ഒരു റൈറ്റ്സ് ചോദിച്ചു. അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു 1 കോടി. അന്ന് മലയാളത്തിലെ ഒരു സിനിമയും 1 കോടി കളക്ട് ചെയ്യില്ല. വളരെ അപൂർവം. എനിക്കൊരു കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോ കുട്ടൻ മോഹൻ പറഞ്ഞു 60 ലക്ഷം ഇറക്കിയിട്ട് 1 കോടി. എന്റെ ഒരു സിനിമ ഇതൊരു 1 കോടി കളക്ട് 1 കോടി കളക്ട് ചെയ്ത് നീ എല്ലാ റൈറ്റ്സും എടുത്തു എന്ന് പറഞ്ഞു. ഈ സിനിമ അന്ന് 5 കോടി കളക്ട് ചെയ്തു. എന്നിട്ട് പ്രിയദർശൻ പറയാ അന്ന് അല്ല കുട്ടൻ മോഹൻ പറയാം പ്രിയദർശൻ അന്ന് 50,000 രൂപ 60,000 രൂപയാണ് പ്രിയദർശൻ അന്ന് റെമ്യൂണറേഷൻ. ഈ സിനിമ എല്ലാ റൈറ്റ്സും വിറ്റിട്ട് പ്രിയദർശൻ അന്ന് 8 ലക്ഷം ഉണ്ടാക്കി. അതായത് ആ ഒരു വാക്കാൽ പറഞ്ഞതാണ്. പ്രിയദർശൻ ഇതുകൊണ്ട് തന്നെ അന്ന് 8 ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടാക്കിയെന്ന് പറയാം. 60 ലക്ഷം രൂപ മുടക്കിയിട്ട് 5 കോടികൾ. എനിക്കൂടെ ഇൻഡസ്ട്രി ഹിറ്റാണ് ഈ സിനിമയുടെ. വേറെ കോമഡി എനിക്ക് പ്രോബ്ലം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമ കാണാൻ തൃശ്ശൂർ അന്ന് ആ സിനിമ അന്ന് അത്ര നല്ല ക്വാളിറ്റി ഇല്ലാത്ത ഇന്നുണ്ട് ആ തിയേറ്റർ ബിന്ദു എന്ന് പറഞ്ഞ തിയേറ്റർ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴും ആ തിയേറ്റർ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല AC ഒക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ റിലീസ് സിനിമകളൊന്നും അങ്ങനെ വളരെ മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്നില്ല. അന്ന് പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം അന്ന് മോഹൻലാലിന്റെ തന്നെ അങ്കിൾ ബൻ, അത് അയ്യർ ദി ഗ്രേറ്റിന്റെ ടീം ഭദ്രൻ സാറ് ഡയറക്ട് ചെയ്യുന്ന അങ്കിൾ ബൻ, പിന്നെ അനശ്വരം എന്ന് പറയുന്ന ജാക്ക്, മറ്റേ ഇതിനു മുമ്പ് മറ്റേ സാമ്രാജ്യമൊക്കെ ചെയ്ത ജോമോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മമ്മൂക്കെ വെച്ച് ചെയ്യുന്ന ഈ സിനിമയ്ക്കൊക്കെ ആയിരുന്നു അന്ന് മെയിൻ തിയേറ്റേഴ്സ് കിട്ടിയത്. കിലുക്കം ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് പ്രതീക്ഷയില്ലാതെ വന്നത്. എനിക്കൊണ്ട് ബിന്ദുവില് തന്നെ അതിനുശേഷം ബിന്ദുവിൽ ഏതെങ്കിലും ഒരു സിനിമ അത്ര ഒരു മലയാള സിനിമ അത്രയ്ക്ക് ഓടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതേപോലെയാണ് കിലുക്കത്തിന്റെ ഒരു കളക്ഷൻ കിടത്തി വിട്ടി പോയത്. പിന്നെ അതില് വേറൊരു തമാശ അതില് അത് അന്നത്തെ ഒരു മാഗസീനിൽ വായിച്ചിട്ടുള്ള എത്രത്തോളം സട്ടുണ്ടെന്ന് അറിയില്ല. ഇതില് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ കഥയൊക്കെ മാറിയല്ലോ കുറെയൊക്കെ. അപ്പൊ ഇവര് പ്രിയദർശൻ ഇങ്ങനെ എഴുതി പോയി. അതായത് ഒരു പ്രാന്തിയായ ഒരു പെൺകുട്ടി 2 ചെറുപ്പക്കാരുടെ ഇടയിൽ ഇട്ടുപെടുന്നു. എന്തിനാണ് ഈ പെൺകുട്ടി നടക്കണമെന്നൊന്നും അറിയില്ല. ഇതിങ്ങനെയാണ്. ആ സമയത്താണ് എന്റെ സൂര്യപുത്രിക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കണമൊക്കെ. അപ്പൊ എന്റെ സൂര്യപുത്രിയുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ അതില് അമല അമ്മേനെ അന്വേഷിച്ച് നടക്കണം. അപ്പൊ ഫാസില് തമാശയായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു, അതോ പ്രിയദർശൻ തോന്നി അതിൽ അമ്മേനല്ല എന്നാ ഇതിൽ അച്ഛനെ അന്വേഷിച്ചിട്ട് വരട്ടെ. പ്രിയദർശൻ അപ്പോൾ സ്പാർക്ക് കിട്ടിയെന്നുള്ള. പക്ഷെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല ആ കഥയാണ് ഈ കഥ അല്ലെങ്കിൽ അതൊന്ന്. അത് 2 സിനിമയും 2 തരത്തിലാണ്. സോ എന്റെ സൂര്യപുത്രിക്ക് ഭയങ്കര ഇമോഷൻ, ഇത് കോമഡിയും. കാരണം അത്രയും ആ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് വന്നൊരു സിനിമയാണ്. ആ സിനിമയില് തിലകൻ അടക്കം നമുക്ക് കോമഡി വഴങ്ങുമെന്നൊക്കെ തോന്നുന്നു. നമുക്ക് ആ മറ്റേ
തിലകനൊരു മൂവിയില് ഞാൻ പേര് മറന്നുപോയി, മൂക്കില രാജ്യത്ത് അതില് ഭ്രാന്തന്മാരായിട്ട് പ്രാന്തന്മാര്. അതേപോലെ നമുക്ക് ഡൗട്ട് അടിച്ചല്ലോ, തിലകനൊരു പ്രാന്തനായിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തിലകൻ ഒരു കോമഡി, അത്രയും ഒരു വലിയൊരു സ്ട്രോങ് ക്യാരക്ടർ ഒരു കോമഡി ചെയ്യുമ്പോൾ അത് വർക്കായ സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് ഈ സിനിമ ഫുൾ പാക്ക് അതിൽ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ഒരുപാട് അവാർഡ്, അതായത് ജഗതി ശ്രീകുമാറിന് അന്ന് മികച്ച രണ്ടാമത്തെ നടനല്ല. ഈ സിനിമയ്ക്കും ഇവണ് അപൂർവം ചിലർ എന്ന് പറയുന്ന ഒരു സിനിമ, എൻ്റെ ഡിഫറെന്റ് ആയിട്ട് സീരിയസ് റോൾ ചെയ്ത സിനിമ. മോഹൻലാലിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു 3-4 സിനിമകളിൽ ഒരു സിനിമയായിരുന്നു ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു ക്യാമറാമാൻ എസ് കുമാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറെ അവാർഡ്സ് ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവാർഡിലൊക്കെ ഉപരി പ്രേക്ഷകര സിനിമയൊക്കെ ഇന്നും അംഗീകരിച്ചു എന്നുള്ള. എനിക്ക് പിന്നെ ഈ രേവതിയുടെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ എന്താ പറയാ, അയ്യോ ആറാം തമ്പുരാനല്ലത്, ആറാം തമ്പുരാനല്ല, സോറി, ദേവാസുരത്തെ ക്യാരക്ടറും ഈ ക്യാരക്ടറും ഇത് രണ്ടും എനിക്ക് ദേവതി ചെയ്ത സിനിമ എന്ന് ആലോചിക്കുമ്പോ ഈ രണ്ടും പടങ്ങളെനിക്ക് പെട്ടെന്ന് വരുന്നത്, കിലുക്കും ദേവാസുരം. ഇതിലെനിക്ക് തോന്നുന്നു രേവതി സെക്കൻഡ് ഹാഫ് രേവതിക്ക് ഡബ് ചെയ്ത ഭാഗ്യലക്ഷ്മി പ്രാന്തിയായിട്ട് രേവതി തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് രണ്ട് വോയിസ് ആണ്. അതൊക്കെ പ്രിയദർശന്റെ ഒരു ബ്രില്യൻസ് ആണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പോസ്റ്റ് വായിച്ചതാണ്. ഈ പ്രിയദർശൻ ഇവര് ഊട്ടിയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ ട്രെയിനിന് മോളിൽ കയറി ഇലക്ട്രിക് ട്രെയിൻ മോഹൻലാലിന്റെ തട്ടും ജഗതി അത് കറക്റ്റ് പറഞ്ഞോണ്ട് അപകടം ഒഴിവായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നൊക്കെ വേറെ നമുക്ക് ഇത് റിസ്ക് ചെയ്തിട്ടല്ല ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സോങ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പത്തെ ആ സമയത്ത് 1991 എന്ന് പറയുമ്പോൾ ഇത്രയും എക്യുപ്മെന്റ്, സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവല്ലേ. ആ സിനിമയില് ആന്റണി പെരുമ്പാവൂർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അന്നത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ കൂടെ ഡ്രൈവറായിട്ട് കൂടെ കൂടിയിട്ട്, അപ്പൊ എല്ലാ സിനിമയിലും ഇതിൽ ആന്റണി തന്നെയാണ് വിളിക്കുന്നത്. അല്ല അത് ഈ സിനിമയിലാണോ? ഹരികൃഷ്ണൻസിലും ഉണ്ട് എല്ലാ സിനിമയിലും ആന്റണി. ഇന്ന് നോക്കുമ്പോ നമ്മുടെ തേന്മാവിൽ കൊമ്പത്തില് ടാക്സി വിളിയിടാന്ന് പറയുന്ന ആ 4 പേരോട് സംസാരിക്കുന്നതിൽ ഒരാൾ ആന്റണി പെരുമ്പാവൂരാണ്. ഇതിൽ ആന്റണി പെരുമ്പാവൂരാണ് ആ ഹോട്ടലിൽ നിന്ന് വന്നിട്ട് സാറിനെ അങ്ങോട്ട് വിളിപ്പിക്കേണ്ടതെന്ന് പറയില്ലേ, അപ്പൊ ആന്റണി പോയിക്കോ ഞാൻ വന്നോളാം, അത് ആന്റണി പെരുമ്പാവൂരാണ്. പിന്നെ ഇന്നത്തെ ഒരു വളരെ ശ്രദ്ധേയനായ ഒരു യുവ നടൻ ആ സിനിമയിൽ ഒരു കൈക്കുഞ്ഞായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരാന്ന് പറയും? ഈ അടുത്ത് ആ നടൻ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. പ്രേമലൂല് അഭിനയിച്ച നടനാണ്. സംഗീതം അല്ല, നമ്മുടെ ശ്യാം മോഹൻ പ്രേമലൂലെ. ശ്യാമിന്റെ അമ്മ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു തിലകൻ സാറിന്റെ വൈഫായിട്ട് അഭിനയിച്ച ശ്യാം മോഹന്റെ അമ്മ. ശ്യാമിന്റെ അമ്മ അന്ന് അറിയപ്പെടുന്ന നാടക നടിയാണ്, ചെറിയ സിനിമയിലൊക്കെ അഭിനയിച്ചത്. അപ്പൊ അന്ന് ശ്യാം മോഹൻ അന്ന് ചെറിയ കുട്ടി, 1 വയസ്സെന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ശ്യാം മോഹനാണ് അതിലെ കൈക്കുഞ്ഞൊക്കെ അതിലുണ്ട്. എനിക്കിപ്പോ ഓർമ്മയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായതുകൊണ്ട് ആ സീൻ ഓർമ്മ. ശ്യാം ഈ അടുത്ത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതെനിക്കോട് ഈ അടുത്ത് ഇപ്പോ ഏതൊരു ഇതിലും എഴുതിയിട്ടുണ്ട്, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ശ്യാം മോഹൻ അഭിനയിച്ച കിലുക്കം എന്നും പറഞ്ഞിട്ട്. ഈ സിനിമ പല ഭാഷയിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ സക്സസ് ഒന്നും കിട്ടിയിട്ടില്ല. പ്രിയദർശൻ തന്നെ ഹിന്ദിയിൽ ചെയ്തു, രേവതിയാണ് അഭിനയിച്ചത്, എനിക്കൊന്ന് അമരീഷ് പുരിയാണ് അഭിനയിച്ചത്. നായകൻ അന്നത്തെ ഒരു പുതുമുഖ നായകനായിരുന്നു, ഏതൊരു പ്രൊഡ്യൂസറുടെ മകനാണ്, പക്ഷെ ക്ലിക്കായില്ല. തെലുങ്കിലും ചെയ്തിട്ടുണ്ട്, ആരാണ് അഭിനയിച്ചതെന്ന് ഞാൻ ഇപ്പൊ മറന്നുപോയി. തെലുങ്കിലും ഈ സിനിമ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ സക്സസ് ഒന്നും. അതെനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ സിറ്റുവേഷണൽ കോമഡീസ് കുറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി സിറ്റുവേഷണൽ കോമഡീസ് വരുന്ന മൂവീസ് പിന്നെ റീമേക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ സിറ്റുവേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്നസെന്റ് ആയാലും ജഗദീഷ് ശ്രീകുമാർ ആയാലും അവര് അപ്പൊ ഉണ്ടാക്കുന്ന കോമഡീസ് ആണ്, അത് അവരുടെ കയ്യിൽ നിന്ന് ഇടുന്നത് പിന്നെ മാറ്റണം. ഇപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു, ആ സമയത്തൊക്കെ പ്രിയദർശൻ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു റീമേക്ക് പോലെ തന്നെ ചെയ്തത്. 2000 ഒക്കെ കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും കൂടി ആക്കിയിട്ട് മൊത്തം പൊളിച്ച് ഇപ്പൊ ഗോയിങ് അതേപടി എല്ലാം പ്രിയദർശൻ. ഗരം മസാല വന്നു കഴിഞ്ഞാൽ വേറെ തരത്തിലാക്കിയതുകൊണ്ടാണ് അത് ഹിറ്റായത്. കുറെ പടങ്ങൾ ഹൽച്ചൽ, ചില സിനിമകൾ ഡയറക്ട്ലി അതേപോലെ പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് ആ കൾച്ചറായിട്ട് മാച്ചിങ് ആവില്ല. പക്ഷെ ചിലതൊക്കെ പ്രിയദർശൻ പിന്നെ പഠിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ പ്രിയദർശന്റെ 3 ഭാഷയിലും ചെയ്തിട്ട് ഹിറ്റായത് ബോഡി ഗാർഡ് അല്ലെ, അല്ല സോറി പ്രിയദർശനല്ല സിദ്ദിഖിന്റെ ആ. പക്ഷെ 3 ഭാഷയിലും അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് 3ലും അതിനനുസരിച്ച് മാറ്റി. ഇപ്പൊ വിജയ് വന്നപ്പോൾ വിജയിന്റെ മാനറിസം കൊണ്ടുവന്നു, ദിലീപ് ആയപ്പോ ദിലീപിന്റെ മാനറിസം. അത് അതിന്റെ കൂടെ കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഇപ്പൊ ഫ്രണ്ട്സ് സിനിമയുടെ ക്ലൈമാക്സ് നമുക്കറിയാം, ജയറാമേട്ടൻ ഇരിക്കുന്നു, വരുന്നു, ഒരു കണ്ണീര് വരുന്നു, കഴിഞ്ഞു. ഇന്ന് എല്ലാരും ട്രോളുന്നുണ്ട് ഇവിടെ അതില് വിജയ്. പക്ഷെ സിദ്ദിഖ് പറഞ്ഞത് അവിടെ അത് വേണം, അവിടെ അങ്ങനെ ചെയ്താൽ അവിടെ ആ സിനിമ മൊത്തം കുറെ ക്യാരക്ടേഴ്സിനൊക്കെ എക്സ്ട്രാ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ വേറൊരു കൾച്ചറിൽ പോകുമ്പോൾ
ആ കൾച്ചർ ഇന്നിപ്പോ നമ്മളെല്ലാവരും റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് അവരുടെ കൾച്ചറാണ്. അവിടുത്തെ കൾച്ചർ നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യരുത്. അവിടെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടോ പക്ഷെ എനിക്ക് അത്ര ലൈക്ക് ഇവര് പറയുന്ന അത്രയും റോസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. വിജയുടെ സൂര്യയുടെയും ഈ സിനിമയല്ല പൊതുവേ പറയൂല അവിടെ കൊണ്ട് കൊളാക്കി. അത് കൊളാക്കലല്ല, അവിടെ ഹിറ്റ് ആയിരിക്കും അത്. ഫ്രണ്ട്സും ഇപ്പൊ ഞാൻ പറഞ്ഞ ബോഡി ഗാർഡൊക്കെ അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് പടങ്ങൾ ഇതേപോലെ ഇപ്പൊ പ്രിയദർശനും പറ്റിയ പോലെ ആ സെയിം സാധനം തന്നെ റീമേക്ക് ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷണൽ കോമഡീസ് ചെയ്തു വെച്ച ആക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, മലയാളത്തിൽ ഉള്ളത്. അവിടെ ചെയ്യുമ്പോൾ അത് അതേപോലെ അനുകരിക്കാൻ നോക്കുവാണ്. അപ്പൊ വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് അത്. അപ്പൊ അത് ഇപ്പൊ അത് ചെയ്യുന്നവര് മാറ്റി തുടങ്ങിയല്ലോ ഇപ്പൊ ഒരു ടൈം കഴിഞ്ഞപ്പോ. അപ്പൊ അതിനനുസരിച്ച് ആ മൂവീസ് നല്ലതായും വരുന്നുണ്ട്. എന്തായാലും കിൽക്കം ഈ പറഞ്ഞ പോലെ കിൽക്കത്തെ എല്ലാ വർഷവും ഓഗസ്റ്റ് ആവുമ്പോൾ ഒരു കിൽക്കത്തെ കുറിച്ചുള്ള ഒരു ചർച്ച എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. അതും ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും കിൽക്കൊക്കെ ശരിക്കും എനിക്കോട് ഇപ്പൊ ചോട്ടാകുമ്പോ റിലീസ് ചെയ്തോ കിൽക്കൊക്കെ റീ റിലീസ് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്കോട് അങ്ങനെ പ്ലാൻ ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ റീ റിലീസ് ചെയ്യണം. കിലുക്കം റീമേക്ക് റീ റിലീസ് വീണ്ടും സെക്കൻഡ് പാർട്ട് ഏറ്റില്ല. പക്ഷെ അത് മേ ബി ഈ ഒരു അഭാവങ്ങളും കൊണ്ടായിരിക്കും. പിന്നെ അത് വേറൊരു കഥയായി പോയില്ല. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇതായിട്ട് മാച്ചിങ് ഒന്നുമില്ല. അത് വേറെ എന്തോ ഒരു കഥയായി പോയി. അച്ഛനും അവിടെ ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ശരിക്കും. ആ കഥ ഓർമ്മയില്ല. നമ്മൾ അതൊന്നും പിന്നെ റിപ്പീറ്റ് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും കിൽക്കം ഇനിയിപ്പോ എന്തായാലും വീണ്ടും ഒന്നുകൂടി കാണട്ടെ അല്ലേ? അതെല്ലാരും കാണാം. ഇതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജഗദീഷിന്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടോ എന്നെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.